ഹേ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു പൊമ്മയപ്പോ വ്ളോഗ്സ്. അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ 9 മന്ത് ആകുമ്പോൾ തന്നെ ഞങ്ങൾക്കൊരു 9 മന്ത് കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ മാസം അറിയുന്നതെന്ന് പറയുന്നത് ഇവിടെ. അപ്പോൾ അങ്ങനെ ഉണ്ടായപ്പോൾ ഇത് ലേബർ പെയിനാ കോൺട്രാക്ഷനാ എന്തെന്ന് മനസ്സിലായിട്ടില്ല. സോ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റൽ ബാഗെല്ലാം റെഡിയാക്കിയിട്ട് വെച്ച് എന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വിചാരിച്ച്. പക്ഷേ അന്ന് നൈറ്റ് പോകാൻ കഴിഞ്ഞിട്ട് അങ്ങനെ നൈറ്റ് ലാസ്റ്റ് ഓക്കെ ആയി. അത് കഴിഞ്ഞിട്ട് എങ്ങനെയോ ഹോസ്പിറ്റൽ പോകാനുണ്ടായി. സോ ഹോസ്പിറ്റൽ ബാഗെല്ലാം സെറ്റാക്കിയിട്ട് നമ്മൾ മാംഗ്ലൂർ പോയി ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ഞാൻ പ്രഗ്നൻസി ലാസ്റ്റ് എടുത്ത വീഡിയോസെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ട് ഈ ഒരു വ്ളോഗ് ഞാനിപ്പോൾ ക്രിയേറ്റ് ആക്കിയിട്ടുള്ളത്. എന്തായാലും ഞാൻ കുറേ ക്ലിപ്സ് എടുത്തിട്ട് വെക്കും, പിന്നെ എഡിറ്റ് ആക്കാനോ അപ്ലോഡ് ആക്കാനോ. ഒന്നാമത് ഹെൽത്ത് ഓക്കെ അല്ല, സോ അപ്പോൾ എഡിറ്റ് ആക്കാനൊന്നും കഴിയുന്നില്ല. പിന്നെ എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഹാൻഡിലാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടഫാണ്. അപ്പോൾ ഇത് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയ കുറച്ച് ഷോർട്സാണ് ഞാൻ മുമ്പ് എടുത്തത്. അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടായി ഓരോരോ മിനിറ്റിൻ്റെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ആക്കാമെന്ന്. പക്ഷെ കഴിഞ്ഞിട്ട ഷോർട്സിന് വേണ്ടിയിട്ട് എടുത്ത ക്ലിപ്സെല്ലാം. അപ്പോൾ ആടെ പോയിട്ട് ഞാനും ഫുഡാക്കുന്നതും ഫുഡാക്കുന്നതും പിന്നെ ആടെ ഹോസ്പിറ്റലിൻ്റെ ചുറ്റുഭാഗമെല്ലായിട്ടുള്ള കുറച്ച് ക്ലിപ്സ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ റിട്ടേൺ വരുമ്പോൾ എനിക്ക് അപ്പോൾ ഈ ഒരു ഫലൂഡ എടുത്ത് തന്നു. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായി. എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്ക് എത്ര ടേസ്റ്റ് ഉണ്ടായതാണെന്ന് എനിക്കറിയാല. അപ്പോൾ പിന്നെ ഈ ചോറും ആ മീനിൻ്റെ ഒരു കക്കവും കോമ്പിനേഷനും ഭയങ്കര ടേസ്റ്റ്. ഇപ്പോൾ കാണുമ്പോൾ ഞങ്ങൾക്ക് വായിൽ വെള്ളം വരുന്നു, അത്ര ടേസ്റ്റ് ഉണ്ടായി അത്. അപ്പോൾ ഞാനപ്പോൾ അവിടെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു ക്യാൻറ്റീനല്ല, ഒരു ചെറിയ ഹോട്ടലുണ്ട്. അവിടെ പോയിട്ട് ഫുഡാക്കിയത് ഭയങ്കര ടേസ്റ്റ്, അല്ലെങ്കിൽ ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ലൈക്കായി. ഇപ്പോൾ വേണമെന്നായിരുന്നു, പക്ഷെ ഇപ്പോൾ കിട്ടാല്ല, അടുത്ത് തന്നെ പോകണം. അപ്പോൾ അങ്ങനെ പോയിട്ട് വരുമ്പോഴുള്ള കുറച്ച് ക്ലിപ്സാണ് ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കിയത്. അപ്പോൾ ലാസ്റ്റ് ടൈമിന് അപ്പോൾ നാട്ടിലേക്ക് വന്നിട്ടുണ്ടായി. എന്നല്ലെങ്കിൽ എൻ്റെ ഡെലിവറി ടൈം അടുത്ത് പിന്നെ 7 മന്തിലാക്കേണ്ട അപ്പം മങ്ങാല ഞങ്ങൾ 9 മന്തിലാണ് ആക്കിയത്. അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് അപ്പോൾ 9 മന്തിൽ വന്നിട്ടുണ്ടായി. വന്നിട്ട് 1 മന്ത് നാട്ടിലുണ്ടായി. എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 13 ഡേയ്സ് ആകുമ്പോഴാണ് അപ്പോൾ പോയത്. അപ്പോൾ ഇപ്പോൾ അപ്പനെ ഭയങ്കര മിസ്സാണ്. അപ്പൻ്റെ സപ്പോർട്ടില്ലാത്ത എന്തും കഴിയുന്നില്ല എനിക്കിവിടെ. അപ്പോൾ അതിൻ്റെ സ്ട്രെങ്ത് തന്നെ. അപ്പോൾ പിന്നെ ബേബീനെ ഹാൻഡിലാക്കാനും ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ എൻ്റെ കുറച്ച് ഞാൻ പ്രഗ്നൻസിയിലുണ്ടായ ഞങ്ങൾക്ക് ക്രേവിങ്സിൻ്റെ കുറച്ച് ഫുഡ് ഐറ്റംസിൻ്റെ ക്ലിപ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് കുറേ ഫുഡെല്ലാം എനിക്ക് നോർമലി ഇഷ്ടമില്ലാത്തതെല്ലാം പ്രഗ്നൻസിൻ്റെ ടൈമിൽ ഭയങ്കര ലൈക്കായ മൊമെൻറ്റ്സ് എല്ലാം ഉണ്ട്. പിന്നെ നേരെ ഓപ്പോസിറ്റ് എനിക്ക് മെയിനായിട്ട് എൻ്റെ ലൈഫിൽ ഭയങ്കര ക്രേവിങ്സ് ഉള്ള ഒരു സംഭവമാണ് പ്രഗ്നൻസി അല്ലാത്തയും അൽഫാം. പക്ഷേ പ്രഗ്നൻ്റ് ആയപ്പോൾ അൽഫാം തിന്നാനേ ഞങ്ങൾക്ക് തോന്നിയിട്ടേയില്ല. നമുക്ക് അൽഫാം വേണ്ടെന്ന് തന്നെ ആയിക്കോണ്ടുണ്ടായി, എന്തെന്ന് അറിയാല. പിന്നെ ഈ ഉണക്ക് മീനിൻ്റെ എല്ലാം ഭയങ്കര ഒരു കൊതി പോലെ ആയിക്കോണ്ടുണ്ടായി. ഫിഷിന് ഭയങ്കര ഒരു ക്രേവിങ് ആയിക്കോണ്ടുണ്ട്. പിന്നെ ചക്ക മെയിൻ, എൻ്റെ അപ്പൻ്റെ ഉമ്മക്ക് മെയിനായിട്ട് ചക്കല ഭയങ്കര ഇഷ്ടം. പക്ഷെ അതിനെക്കാട്ടിയാണ് എനിക്കിഷ്ടം ഉമ്മ തിന്നാൻ വെച്ചതെല്ലാം ഞാൻ തിന്നുകൊണ്ടുണ്ടായി. അത്ര ക്രേവിങ്സ് ഉണ്ടായി പ്രഗ്നൻസിയിൽ. ഇപ്പോൾ ബാക്ക് ടു നോർമലായിന്. ഇതെല്ലാം എനിക്ക് പ്രൊമോഷന് വന്നിട്ടുള്ള ഐറ്റംസ്. ഇത് ബേബിക്ക് വേണ്ടി വന്നത്. അപ്പോൾ അത് ജസ്റ്റ് അൺബോക്സ് ആക്കുന്ന വീഡിയോ എല്ലാം ഞാൻ എടുത്തിട്ട് വെച്ചതിന്. പക്ഷെ എനിക്ക് എന്തോ അപ്ലോഡ് ആക്കാൻ ഓർമ്മയില്ല. അപ്പോൾ കുറച്ച് ബേബിക്ക് ഡ്രസ്സും അതിൻ്റെ ഷീറ്റ് അങ്ങനത്തെ എല്ലാം. പിന്നെ എനിക്കൊരു ഡ്രസ്സ് ഉണ്ടായി ഈ ഒരു കോമ്പോയിൽ. പിന്നെ നൈറ്റെല്ലാം എനിക്ക് സാധാ ചോറും മീനിൻ്റെ കക്കെല്ലാം തിന്നാനും ഭയങ്കര ക്രേവിങ്സ്. അതും ഒരു 3 മണി 4 മണിയാകുമ്പോഴല്ലോ അങ്ങനത്തെ എല്ലാം ക്രേവിങ്സ് ഉണ്ടായി. പിന്നെ ഇതപ്പോൾ എനിക്കൊരു നൈറ്റ് ഇങ്ങനെ ചോറ് തിന്നാൻ ക്രേവിങ്സ് ആയിട്ട് പാപ്പം എണിച്ചിട്ട്
നമുക്ക് ചൂടാക്കിയിട്ട് വിളമ്പിയിട്ട് തന്നിട്ട് പാപ്പ വർക്ക് മേടിച്ചിട്ട് ആ വർക്കിൻ്റെ ഹാങ് ഓവറിലാണ് അപ്പം ഉള്ളത്. ഞാൻ പിന്നെയും കേൾക്കുന്നത് അപ്പം എങ്ങനെയുണ്ടോ, ഓക്കെ അല്ലേ, നല്ല അപ്പോൾ സാരില്ല, ഇറ്റ്സ് ഓക്കെ, സാരില്ല, നിങ്ങൾക്ക് പൈപ്പ് സിറ്റല്ലേ അങ്ങനെ എന്ന് വെച്ചാലെങ്കിൽ. അപ്പോൾ അവിടുന്ന് ജോബിൽ നിന്ന് വന്നിട്ട് ഇവിടെ റെസ്റ്റ് എടുത്തിട്ടേ ഇല്ല. ഫസ്റ്റ് അപ്പം മങ്ങാലോ അങ്ങനെ ചില ടൈലിൽ പാഞ്ഞുകൊണ്ടുണ്ടായത്. പിന്നെ നൈറ്റ് എൻ്റെ ഇങ്ങനത്തെ ഓരോരോ അവസ്ഥയിൽ അതുണ്ടായി. പിന്നെ അപ്പം മംഗലത്തിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് അങ്ങനെ കുറച്ച് ഡേയ്സ് അങ്ങനെ പോയി. അപ്പോൾ ശരിക്കും ചെല്ലെങ്കിൽ 1 month ഇവിടെ നാട്ടിലുണ്ടായിട്ട് സമാധാനത്തിൽ ഉറങ്ങിയിട്ടുണ്ടാവില്ല. പിന്നെ ബേബി വന്നപ്പോൾ ബേബീൻ്റെ കരച്ചിലായി. അപ്പോൾ നൈറ്റ് നേരെ വർക്കില്ല. പിന്നെ ബേബി കരയുമ്പോൾ അപ്പം അണിക്കുന്നു, കുറച്ച് അപ്പം കുടിക്കുന്നു, അങ്ങനെയെല്ലാം ആയിട്ട്. അപ്പോൾ ഇപ്പോൾ ബയോട്ട ജോബിലേക്ക് പോയിന്. അവിടെ പോയിട്ടും റെസ്റ്റ് ഇല്ല. അപ്പോൾ നമ്മൾ ഡ്രസ്സെല്ലാം എടുക്കാൻ കുറേ പോയിട്ട് ഫസ്റ്റ് ഇവിടെ തന്നെ ഉപ്പളത്ത് പോയി. പക്ഷേ അതിൻ്റെ സെലക്ഷനൊന്നും കിട്ടിയിട്ട് ഭയങ്കര റേറ്റ്. അതിനോണ്ട് തന്നെ നമ്മൾ കാസർഗോഡ് നിന്നാണ് ഡ്രസ്സെല്ലാം വാങ്ങിയത്. കാസർഗോഡ് നിന്ന് വാങ്ങിയിട്ടാണ് റിട്ടേൺ വന്നത്. പിന്നെ നമുക്ക് പ്രഗ്നൻസി അല്ല അല്ലെങ്കിൽ കാലുകടിച്ചെല്ലാം ഭയങ്കരമായിട്ടുണ്ടായി. പിന്നെ പ്രഗ്നൻസിയിൽ ഭയങ്കര കൂടുതലായിട്ടുണ്ടായി. അപ്പോൾ തടം നമുക്ക് മതിയാന്നില്ലായിട്ട് ഞാൻ കംപ്ലൈൻ്റ് ആക്കുന്നുള്ളത്. അപ്പോൾ നേരെ ഇതാക്കിയിട്ട് കാണിക്കുന്നത് ഇങ്ങനെ തടവണമെന്നല്ല. പിന്നെ ഇത് ഞാൻ ഇവിടെ തന്നെ ഫസ്റ്റ് ഞാൻ പ്ലാൻ ആക്കിയത് സ്റ്റിച്ചാക്കാം, അപ്പം മംഗലത്തിന് സ്റ്റിച്ചാക്കിയിട്ട് ഡ്രസ്സിങ് ആക്കാം, അങ്ങനെയല്ല. പിന്നെ ഞങ്ങൾക്ക് ടൈം ഉണ്ടായിട്ട ലാസ്റ്റ് ടൈമാണ് ഇതെല്ലാം ആക്കാൻ പോയത്. അങ്ങനെ പിന്നെ ആ ടൈമിന് കിട്ടിയില്ല എന്ന് വെച്ചിട്ട് റെഡിമെയ്ഡ് തന്നെ എടുത്തത്. സാരി എടുത്ത് പിന്നെ ഡ്രസ്സ് എടുത്ത് പിന്നെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ എന്തെങ്കിലും ഫുഡ് അടി മെയിനല്ലേ. പിന്നെ നമ്മൾ അടുക്കെല്ലാം പോയിട്ട് ഓരോരോ ഡിഷെല്ലാം ടേസ്റ്റ് ആക്കുന്നുള്ളത്. പിന്നെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് എന്തെങ്കിലും ഭയങ്കര ക്രേസ് ഫുഡായെങ്കിലും എന്തായെങ്കിലും ഓരോന്നോ ടെസ്റ്റ് ആക്കണം. ഓരോന്നും എൻ്റെ ബായിക്ക് പിടിക്കുന്നേ ഇല്ല. ഓരോന്നും നമുക്ക് ഭയങ്കര ലൈക്കായിട്ട് നമുക്ക് മതിയാന്നോ ഇല്ല. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിട്ടുണ്ടാവും. പ്രഗ്നൻസിയിൽ കുറേ ഫുഡ് ക്രേവിങ്സും മൂഡ് സ്വിങ്സും പിന്നെ ബോഡി പെയിനും അതും ഇതും എല്ലാം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ എൻ്റെ ഡെലിവറിയും പോസ്റ്റ്മോർട്ടം നിരീക്കുമ്പോൾ പ്രഗ്നൻസി ഈസി ആയിട്ടാണ് തോന്നുന്നത്. ഈസി അല്ല, ടഫ് തന്നെ. പക്ഷെ അതിനെക്കാട്ടിയും പ്രഗ്നൻസി ബെറ്റർ എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും നമ്മൾ രണ്ടാളും ഭയങ്കര വൈബ് എടുത്തോണ്ടു. കാരണം ലാസ്റ്റല്ലേ നമ്മൾ രണ്ടാളും മാത്രമായിട്ടുള്ള നമ്മളെ ലൈഫ് ലാസ്റ്റില്ല. പിന്നെ അത് നമ്മളെ ബേബിയും വരുന്നല്ലേ. അപ്പം നമ്മൾ 3 ആളാണെന്നല്ലേ. അപ്പോൾ മാക്സിമം നമ്മൾ ഇങ്ങനെ അതിൽ ഹാപ്പിയും ഉണ്ട് ബേജാറുണ്ടോ. നമ്മൾ 2 ആളുള്ള ആ ഒരു വേൾഡിൽ നിന്ന് ഒരു 3 ആളാണ്. ഹാപ്പി അല്ലെങ്കിൽ ഒരാൾ വരുന്നു നമുക്കായിട്ട് വരുന്ന അങ്ങനെ ഒരു ഹാപ്പി. പിന്നെ സാഡ് അല്ലെങ്കിൽ നമ്മളുള്ളത് പിന്നെ ഒരു പ്രയോറിറ്റി ഇതെല്ലാം മാറുന്നല്ലേ. എന്നല്ലെങ്കിൽ ബേബി ചേർത്താണിക്കൊണ്ട് തന്നെ എന്തെങ്കിലും കരയുമ്പോൾ ഇതാക്കുമ്പോഴല്ലോ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മളെ ബേബി തന്നെ ആയിട്ടിരിക്കുന്നത്. അങ്ങനെ ചിലട്ട് അപ്പനോട് ലവ് എന്ത് കുറഞ്ഞിട്ടൊന്നുമില്ല, മാഷാള്ള കൂടിയിട്ടേ ഉള്ളൂ. എല്ലാവരും അതിൽ ബേബി ആയപ്പോൾ എല്ലാം നിങ്ങൾക്ക് അറിയോ. അപ്പോൾ ബേബി തന്നെ ആവും നിൻ്റെ ഇത് അല്ല. എനിക്ക് എന്തെങ്കിലും അപ്പനോട് ഭയങ്കര ഇഷ്ടമാണ്, ഇപ്പോഴും ഭയങ്കര ഇഷ്ടം തന്നെ. അതിലൊരു മാറ്റവും ഇല്ല. ബേബി എൻ്റെ ഫസ്റ്റ് പ്രിയോറിറ്റി. പക്ഷേ എൻ്റെ ഫസ്റ്റ് ലവ് എന്തായെങ്കിലും എൻ്റെ അപ്പം തന്നെ. ഇത് ഞങ്ങൾ ഗോൾഡ് ഇപ്പോൾ അപ്പം മംഗലത്തിന് വേണ്ടി ഗോൾഡ് പർച്ചേസ് ആക്കാൻ പോയപ്പോൾ ഓരോന്ന് ട്രൈ ആക്കിയിട്ട് നോക്കിയിട്ട് ഇപ്പം ഗോൾഡിൻ്റെ വിലയിൽ എന്ത് ഗോൾഡ് എടുക്കാനുള്ള ആ ഒരു ഇതില്ല. അങ്ങനെ ആയിക്കൊണ്ട് തന്നെ അപ്പോൾ ഒരു ഡയമണ്ട് നെക്ലസ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ തിന്നായിട്ട് ചെയിൻ വന്നിട്ട് ഒരു ചെറിയൊരു ലോക്കറ്റായിട്ട് ഉള്ള നെക്ലസ്. അപ്പോൾ അതെനിക്ക് അപ്പോൾ ഗിഫ്റ്റാക്കി. പിന്നെ അപ്പോൾ എൻ്റെ ഉമ്മ എനിക്ക് ഓരോന്ന് സ്പെഷ്യലായിട്ട് ആക്കിയിട്ട് തന്നോണ്ടുണ്ടായി ഇങ്ങനെ. അപ്പോൾ അതിൻ്റെതെല്ലാം ചെറിയ ചെറിയ ക്ലിപ്പെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ലൈക്കായിട്ടുള്ള ഫുഡ് ഐറ്റംസിൻ്റെ ക്ലിപ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ചക്കൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. ചക്ക എല്ലാവർക്കും ഇഷ്ടമെന്ന് തോന്നുന്നു നമുക്ക്.
പിന്നെ ബേബീൻ്റെ എല്ലാം അപ്പോൾ കണ്ടിന്യൂ മുണ്ടിക്കോണുണ്ടായി പ്രഗ്നൻസിയിൽ. പക്ഷെ പ്രഗ്നൻസി കുറേ ലോങ് ഒന്നും അപ്പോൾ കിട്ടിയിട്ടില്ല. കിട്ടുന്ന ടൈമല്ല അപ്പോൾ ഭയങ്കര ബേബീനോട് മുണ്ടിക്കോടുണ്ടായി. അങ്ങനെ അപ്പോൾ മംഗലം കഴിഞ്ഞിട്ട് എൻ്റെ പൊരക്ക് പോകുന്ന ചടങ്ങെല്ലാം ഉണ്ടായി. അങ്ങനെ അതെല്ലാം പോയിട്ട് ഞാൻ പിറ്റേ ദിവസം തന്നെ റിട്ടേൺ എടുത്ത് വന്നിന്. ബിക്കോസ് എൻ്റെ കംഫർട്ട് പ്ലേസിലേക്കാണ് ഞാൻ വരുന്നത്. പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാനും അങ്ങ് കുറച്ചും കൂടി ഈസിയാന്ന് ഇടുന്ന തന്നെ. അതിനോണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് തന്നെ പിറ്റേ ദിവസം വന്നിന്. അതിനോണ്ടല്ല, മെയിനായിട്ട് എൻ്റെ കംഫർട്ട് പ്ലേസിലേക്ക് ഞാൻ വന്നത്. പിന്നെ റിട്ടേൺ വരുമ്പോൾ നല്ല മഴ ഉണ്ടായി. ഞങ്ങൾ അവിടെ നിൽപ്പിച്ച് ഇതിൽ കുറച്ച് വീഡിയോ ക്ലിപ്സ് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടുണ്ടാവും. മുമ്പെടുത്തത് ബാക്കിലേക്കും ബാക്കെടുത്തത് മുമ്പിലേക്കായിട്ടുണ്ടാവും. ബിക്കോസ് അത് എഡിറ്റ് ആക്കാനുള്ള കപ്പാസിറ്റി അപ്പോൾ എനിക്കില്ല. വോയിസ് ഓവർ ഇടുന്നതേ ഇല്ല. ബേബി അപ്പം എണിക്കുന്നത്. ഇപ്പം നൈറ്റാണ് ഞാൻ ഇടുന്നത്. നൈറ്റ് തീരെ ഉറക്കില്ല. പിന്നെ ബേബീനെ ഉറക്കിയിട്ട് ഇപ്പോൾ എടുത്തിട്ടിടുന്നു. എല്ലാവരും ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ടിടുന്നു. പക്ഷേ ഞാൻ ഇത്ര വീഡിയോസെല്ലാം എടുത്തിട്ട് അത് അപ്ലോഡ് ആക്കാതിരിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ. ഇതിലിപ്പോൾ എത്ര വ്യൂസ് ഉണ്ടാകില്ല അതെന്നില്ല. അതവിടെ ഇരിക്കുമ്പോൾ അതൊരു മെമ്മറീസ് ആയിട്ടിരിക്കുന്നത്. ഇതെല്ലാം ഒന്നിച്ചിട്ട് എഡിറ്റ് ആക്കിയിട്ട് ഇടുമ്പോൾ. ഇനിയും കുറച്ചും കൂടി വീഡിയോസ് എല്ലാം ഉണ്ട്. ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കിയതെല്ലാം ഉണ്ട്. പക്ഷെ അതെല്ലാം ഇപ്പോൾ അപ്ലോഡ് ആക്കാൻ കഴിയുമെന്നൊന്നും നമുക്കറിയാമല്ല. ഹോസ്പിറ്റൽ ബാഗ് ഞാൻ എന്തെല്ലാം ഐറ്റംസാണ് എടുത്തത്, അതെ അതിൽ ഞങ്ങൾക്ക് എന്തെല്ലാം യൂസ് ആയത്, ഇൻഷാ അല്ലാ ഞാൻ അപ്ലോഡ് ആക്കാം. ലാസ്റ്റ് ഡേറ്റിംഗ് ഞങ്ങൾ മാത്രം അടുത്ത നമ്മുടെ ബേബി ഉണ്ടാവും ഇൻഷാ അല്ലാ. ഹാപ്പി ഉണ്ട്, സാഡ് ഉണ്ട്, ബേജാറുണ്ട്, എല്ലാം ഉണ്ട്, കൊസ്റ്റി ഉണ്ട്.